പൗലോസ് പറഞ്ഞു, ഈ ദേശം മുഴുവൻ യേശുവിനെ കുറിച്ച് പറയാതെ ഞാൻ അവിടെ നിന്ന് പോകത്തില്ല. അപ്പോൾ പൗലോസിൻ്റെ അധ്വാനം എവിടെയാണെന്നറിയാവോ? ദൂതൻ്റെ പണി ചെയ്യാനായിട്ട് നിങ്ങൾ ഉപവാസം ഇരിക്കരുത്, നിങ്ങളെ ഏൽപ്പിച്ച പണി ചെയ്യും. വാതിലിൻ്റെ മുമ്പിൽ വന്നിരുന്നു, തുറക്കട്ടെ തുറക്കട്ടെ എന്ന് പറയണ്ട. തടവുകാർ 2 പാട്ടാണേലും വേണ്ടുകയില്ല. ഇന്നത്തെ പോലെ ദാരിദ്ര്യം പിടിച്ച പാട്ടല്ല അവർ പാടുന്ന പാട്ട് സുവിശേഷത്തിൻ്റെ ഗാനങ്ങളാണ്. അതുകൊണ്ട് അവർ പാടിയപ്പോൾ തടവുകാർ ആസ്വദിച്ചുകൊണ്ടിരുന്നെന്നല്ല, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നെന്ന. ആ ഒരു ശ്രുതിയും താളവും അല്ലല്ല, അവർ ശ്രുതിയും താളവും അല്ല, ഈ പാടുന്ന സംഗതി എന്നാന്ന് ശ്രദ്ധിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. പറയാനൊക്കത്തില്ല, പാടാനൊക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം. പൗലോസിനെ ജയിലിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുകയാണ്, അകമ്പടി പട്ടാളത്തിലുള്ള ഒരു യേശുവിനെ അറിയാനിടയായിരുന്നു. എനിക്കെതിരെ ആഭിചാരം ചെയ്യുന്നവൻ്റെ മാർവിടത്തിൽ തന്നെ തിരിച്ചു എന്ന് അവൻ തകർന്ന് തരിപ്പണമാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് പകരം ഞാൻ അറിഞ്ഞ യേശുവിനെ അവനും കൂടെ അറിയാൻ പ്രാർത്ഥിക്കാം. ഇതുപോലെ നിന്നെ ഉപദ്രവിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വൈരാഗ്യ ബുദ്ധിയുടെ പ്രാർത്ഥിക്കരുത്. 2 കൊല്ലം 3 മാസം കൊണ്ട് ആസ്യ മുഴുവനും യഹൂദനും കേട്ടു, യവനനും കേട്ടു. യഹൂദനോട് അബ്രഹാമും ഇസഹാക്കും യാക്കോബും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, യവനനോട് ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അപ്പം യഹൂദനോട് യഹൂദനും മനസ്സിലാകുന്ന ഭാഷയിൽ, യവനനോട് യവന് മനസ്സിലാകുന്ന ഭാഷയിൽ